അതെ ഗൈസ്, കുറച്ചു മുന്നേ വരെ സ്വന്തം ബാഗ് വരെ കൊണ്ടുപോകാൻ മടിയുള്ള എനിക്കിപ്പം എന്റെ മോളെയും അവളുടെ കുട്ടികളെയും അവരുടെ ബാഗും അവരുടെ സാധനങ്ങൾ കെട്ടിപ്പറക്കി കൊണ്ടുപോകലാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇന്നെനിക്ക് അവധിയാണ്. ഉച്ചയ്ക്ക് ഇറങ്ങിയ രാത്രി എനിക്കുള്ളൂ നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും ഉറങ്ങാതെ നേരെ പോയത് നുറാന ബീച്ചിലേക്കാണ്. റൂമിൽ നിന്ന് കുറച്ചധികം ദൂരമുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഡ്രൈവ് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. ആവേശം കൂടി കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. ബീച്ചിൽ ഇറങ്ങാനും വെള്ളത്തിൽ കളിക്കാനൊന്നും നമുക്ക് അതുകൊണ്ട് പറ്റിയില്ല. കുറച്ച് കുന്നിന്റെയും മണ്ണിന്റെയും മേലെ കൂടെ വണ്ടി കയറ്റിയിട്ട് ഇതാണ് ഓഫ് റോഡ് എന്നാണ് അച്ഛൻ മോളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോൾക്കാണെങ്കിൽ അത് പെരുത്ത് ഇഷ്ടാവും ചെയ്തു. പ്രത്യേകിച്ചൊരു ലക്ഷ്യബോധം ഇല്ലാത്തതുകൊണ്ട് തന്നെ നേരെ കണ്ടിട്ടുള്ള ഈ ഹോഴ്സ് റൈഡിങ്ങിന്റെ അവിടെ കയറി പ്രീ ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഹോഴ്സ് റൈഡിംഗ് പോസിബിൾ ആവുള്ളൂ എന്ന് കണ്ടപ്പോൾ തിരിച്ചിറങ്ങി. ഈയിടെയായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പേരറിയാത്ത ബഹ്റൈൻ ലോക്കൽ ഫ്രൂട്ട് റോഡ് സൈഡിൽ കണ്ടപ്പോൾ ഒരു രസത്തിന് പൊട്ടിച്ച് കൈപ്പിടിച്ചതാണെങ്കിലും പിന്നെ ഒരു സ്ട്രീറ്റ് വെണ്ടറെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചപ്പം ഈ സെയിം സാധനം തന്നെയാണ് അതെന്ന് പറഞ്ഞു. അവരുടെ കയ്യിലുള്ളത് സ്റ്റോക്ക് ഔട്ട് ആയി എന്നും പറഞ്ഞു. 1 kgക്ക് 3.5 BDക്കാണ് അവരത് സെയിൽ ചെയ്യുന്നത്. പക്ഷേ എനിക്കത് കഴിച്ചപ്പോൾ വലിയൊരു ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും വാല്യൂ ഉണ്ടോ അല്ലെങ്കിൽ കഴിക്കാനുള്ള എന്തെങ്കിലും പ്രത്യേക ടേസ്റ്റ് കൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ ഇത് കിലോ കണക്കിന് മേടിച്ചു കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പൊട്ടറ്റോ ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ പോകാറുള്ള സ്ഥിരം ജ്യൂസ് സ്പോട്ടിലേക്ക് പോവാണ്. അവിടുന്ന് 5 ഫ്ലേവർ ജ്യൂസ് സെലക്ട് ചെയ്തു. പിന്നെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അവക്കാഡോ ഐസ്ക്രീം മേടിച്ചു. എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.